ശ്രീ ഫക്രുദ്ദീൻ, ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ സേഫ് അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് കപട നാടകങ്ങൾ നടന്നിരിക്കുന്നു എന്നറിയുന്നു. എന്താണ് സംഭവിച്ചെന്ന് ഒരു സെറിയലിസ്റ്റിക്കായ കഥ പോലെ തോന്നുന്നു നമുക്ക്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ സേഫ് നമ്മളോട് കരീനയെ പറഞ്ഞിട്ടില്ല. കരീന ആകപ്പാടെ പറഞ്ഞത് എന്താണ്? സേഫാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, പേടിക്കേണ്ടതില്ല. ഇത് പറഞ്ഞത് മൊത്തം മീഡിയയാണ് നമുക്ക് ഈ റിപ്പോർട്ട് മൊത്തം തരുന്നത്. അവരാണ് പറഞ്ഞത് മറ്റേ അവിടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കുത്തേറ്റു, നട്ടലിൻ്റെ ഭാഗത്ത് കുത്തേറ്റു എന്നൊക്കെ, ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവരാരും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പോലീസാണ് കണ്ടെത്തേണ്ടത്. അവിടെ ഭരിക്കുന്നത് സോണിയാഗാന്ധിയുടെ പോലീസൊന്നല്ലേ, ഫഡ്നാവിസിൻ്റെ പോലീസല്ലേ. ഫഡ്നാവിസിൻ്റെ പോലീസിന് ഇയാളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളോട് അനീതിയൊന്നും കാണിക്കില്ല, എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരില്ലല്ലോ, അവർ പുറത്തു കൊണ്ടുവരട്ടെ. ബാക്കിയല്ലേ ഊഹാമോഹലേ ഈ പത്രക്കാരുണ്ടാക്കുന്നതല്ലേ, അത് വെച്ചുകൊണ്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൈഫിനെ സംബന്ധിച്ച് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ ഒന്നിടെ കരീനയും സൈഫും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് കാരണം. കരീനയുടെ അമ്മ എന്നുവെച്ചാൽ വളരെ സ്ട്രൂഡായിട്ടുള്ള ലേഡിയാണ്. കരീനയ്ക്ക് മുമ്പും ഇതിൻ്റെ കപൂർ ഫാമിലി തന്നെ ഷാഹിദ് കപൂറായിട്ടായിരുന്നു നമ്മൾ ബോയ്ഫ്രണ്ടായിരുന്നു, അവൻ്റെ ഗേൾഫ്രണ്ടായിരുന്നു. കരിഷ്മ അഭിഷേക് ബച്ചൻ്റെ ഗേൾഫ്രണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ABC കോർപ്പറേഷൻ തകർന്നപ്പോൾ ഈ സ്ത്രീ മോളെ പിടിച്ചിട്ട് ഇംഗ്ലണ്ടിൽ വലിയ ബിസിനസ്സുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതാണ് അവസ്ഥ. ഈ മറ്റേ ചെറുക്കൻ ഷാഹിദ് കപൂർ ഇപ്പോഴും വേണ്ട വിധത്തിൽ രക്ഷപ്പെട്ടില്ല. ഷാഹിദ് കപൂർ എന്ന് പറഞ്ഞാൽ മുമ്പ് കോംബ്ലാനിൽ വന്നിരുന്ന കോംബ്ലാൻ പോയി എന്ന് പറഞ്ഞ വഴി അതിനിപ്പോഴും വേണ്ട വിധത്തിൽ പടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിട്ടില്ല. ആ സമയത്താണ് സൈഫ് അലി ഖാൻ ആദ്യം 21 വയസ്സിൽ അമൃത സിംഗിനെ കല്യാണം കഴിച്ചു. അത് പിന്നെ ഡിവോഴ്സായി. ഇഷ്ടംപോലെ സ്വത്തുണ്ട്. അപ്പം സൈഫിനെ ഇവിടെ കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഒരു ഘടകം ഈ സാമ്പത്തികമായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ പ്രണയങ്ങളും അങ്ങനെ പ്രണയത്തിന് വേണ്ടി രാജാവ് സിംഹാസനം ഇപ്പോൾ ലണ്ടനിലെ ഇംഗ്ലണ്ടിൽ ഒരു കിങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടുണ്ട്, ബാക്കിയത്തെ രാജാക്കന്മാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എളുപ്പം അതിങ്ങനെ പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളുടെ ഇടയിൽ അവർ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ, ഇത്ര സ്വത്തിൻ്റെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനടുത്ത് കേട്ട ഇത് ഈ പറഞ്ഞ ഗോസിപ്പേഴ്സ് പറയുന്നതാണ്, നമുക്കറിയില്ല, പക്ഷേ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ ഈ കരീന കപൂറിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ആ കപൂർ ഫാമിലി ജനിച്ച ആളാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവനിത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പട്ടോടി കൊട്ടാരമാണ് നമ്മുടെ ആനിമൽ എന്നുള്ള സിനിമയിൽ രൺബീർ കപൂറിൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ വീട് ആദ്യമായിട്ടാണ് ഷൂട്ടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ജീവിത ചെലവ് വളരെ കൂടെ. പ്രൈവറ്റ് ജെറ്റൊക്കെ ഉണ്ട് സൈഫ് അലി ഖാൻ. സൈഫ് അലി ഖാൻ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഋതിക് റോഷൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ, രൺബീർ കപൂർ, ഇവർക്കൊക്കെ ശേഷമുള്ള അമിതാഭ് ബച്ചൻ, ഇത്രയും ആളുകൾക്ക് ശേഷം വരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. പക്ഷേ ഈ കൊട്ടാരോ സ്വത്തൊക്കെ ഉള്ള ഒരു പ്രൈവറ്റ് ജെറ്റ് ഒരു പൈലറ്റിൻ്റെ ശമ്പളത്തിനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആളുകളാണ് പൈലറ്റുമാർ. അവരുടെ ശമ്പളം 10 ലക്ഷത്തിൽ കൂടുതലാണ്. പിന്നെ ഈ പണ്ട് 1995 കാലഘട്ടത്തിൽ നമ്മുടെ വഹാബ് മുതലാളി ചെറിയ സെസ്ന വിമാനം മേടിച്ചിരുന്നു. അത് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു ദിവസം ആങ്കറിൽ പിന്നെ കീപ്പ് ചെയ്യാൻ തന്നെ എത്രയായിരുന്നു, 1000 രൂപ മറ്റായിരുന്നു അന്നത്തെ. അപ്പോൾ ആലോചിച്ചു എത്ര പൈസ ഒരു പ്രൈവറ്റ് ജെറ്റ് ബോംബെ എയർപോർട്ട് ഏത് എയർപോർട്ടിലാണെങ്കിലും ഇടാൻ എത്ര കാശിട്ട് പോകും. പ്രൈവറ്റ് എയർക്രാഫ്റ്റ്. പക്ഷേ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ഞാനിവിടെ വായിച്ചാണ്, എനിക്കറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല, ഈ മാധ്യമങ്ങൾ ചെയ്ത റിപ്പോർട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ചിലവുള്ള, അങ്ങനെ ഈ വലിയ ചിലവൊക്കെ ഇയാൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അയാളുടെ സ്വത്ത് ചില ആളുകൾ പറയുന്നു 1500 കോടിയുണ്ട്, ചില ആളുകൾ പറയുന്നു 15,000 കോടിയുണ്ട്. ഇത് ആർക്കാണ് പൂജ്യം കൂടിയത് ആർക്കാണ് പൂജ്യം കുറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും പട്ടോടി കുടുംബത്തിൻ്റെ ആയതുകൊണ്ട് വലിയ സ്വത്ത് അയാളുടെ പേരിലുണ്ടായിരുന്നു. അത് അയാൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. അയാളുടെ പൂർവികം ഇത് സോഷ്യലിസ്റ്റ് രാജ്യമൊന്നുമല്ലല്ലോ. പാവങ്ങളുടെ സ്വത്ത് ദൂർത്തടിച്ചാണ് രാജാക്കന്മാർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് എല്ലാം ജനങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി പിന്നെ നേതാക്കന്മാർ ഭയങ്കര ആർഭാടത്തിൽ ജീവിക്കുന്ന നോർത്ത് കൊറിയയും സോവിയറ്റ് റഷ്യയും ഒന്നും അല്ലല്ലോ ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അപ്പം BJP ആണെങ്കിൽ ക്യാപിറ്റലിസത്തിനെതിരെ നിൽക്കാത്ത, ക്യാപിറ്റലിസത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ക്യാപിറ്റലിസത്തിനെതിരെ നിൽക്കുന്നത് കുറച്ചെങ്കിലും സോഷ്യലിസം പറയുന്നത് കോൺഗ്രസും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ അവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഈ സ്വത്തിൻ്റെ അപ്പം ഈ സ്വത്ത് നഷ്ടപ്പെടുന്നുള്ള ഫീൽ വന്നപ്പോൾ കരീനയ്ക്ക് ഒരു പക്ഷേ സേഫുമായിട്ടുള്ള ബന്ധത്തിൽ ഒലച്ചിലുണ്ടാവും. അതിനൊരു സാധ്യത.
പക്ഷെ അത് ഈ കുത്തുകേസും തമ്മിൽ എന്താ, അതാണ് മനസ്സിലാകാത്തത്. സൈഫിനെ കൊന്നിട്ട് പിന്നെ സൈഫിന് ആദ്യത്തെ വരിയിലെ മോനുണ്ട്, ഇതിൽ 2 കുട്ടികളും, ആദ്യത്തെ ഇബ്രാഹിം, ഇതിൽ ജഹാംഗീറും തൈമും 2 പിള്ളേരും. മറ്റേ വലിയ പയ്യനാണ് ചെറിയ, പിന്നെ അതിലൊരു വെങ്കൊച്ചും കൂടിയാണ്, അവളാണ് സാറാ അലി ഖാൻ, നടിയാണ്. അപ്പം ഇതിൽ ആരെങ്കിലും സൈഫിനെ സിനിമയെ കാണുമ്പോൾ കൊന്നിട്ട് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലാൻ എന്തൊക്കെ വഴികളുണ്ട്? പോകുന്ന എയർക്രാഫ്റ്റിലോ ഹെലികോപ്റ്ററിലോ ഒരു ആക്സിഡൻ്റ് ആക്കിയാൽ പോലെ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, വേറെ ഏറ്റവും രസകരമായ ചില ആളുകൾ പറയുന്നത് സൈഫ് ഇങ്ങനെ സഹതാപം ഉണ്ടാക്കാൻ അയാൾ സ്വത്ത് ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. എന്ത് സഹതാപം ഉണ്ടാക്കിക്കൊണ്ട് അമിത്ഷാനെ മത്സരിക്കും? സാധാ സൈഫ് എന്താ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നുണ്ട്? പറയുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? പിന്നെ സൈഫ് ഒരു താഴെത്തട്ടുന്ന് വന്ന് പൈസക്കാരനായ ആളായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് അതൊരു സഹതാപമുണ്ട്. ഇതിലെന്ത് സഹതാപം? അതുമല്ല. പിന്നെ ഈ പറയുന്ന ബി ജെ പി ഗവൺമെൻറ് ഈ ഒരു അത് വളരെ കൃത്യമായിട്ട് ഈ ആക്ട് മുമ്പേ നിലവിലുണ്ട്. ഈ ആക്ട് മുമ്പേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ സ്വത്ത് കണ്ടത്. അതിൽ നമ്മൾ കുറച്ച് വിവേചനം കാണിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വത്ത്, ഇപ്പം നമ്മുടെ പാകിസ്ഥാനെ പോയ പ്രധാനമന്ത്രി പ്രസിഡൻ്റായിരുന്ന പർവേഷ് മുഷറഫ്, അയാളെ ഡൽഹിയിലെ ഹവേലി അവിടെ ഉണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും, എന്നുവെച്ചാൽ കുടുംബം എന്ന് വെച്ചാൽ എക്സ്റ്റൻഡ് ഫാമിലി അല്ല, അച്ഛനമ്മയും മക്കളെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയതാണ്. ആ സ്വത്ത് പിടിച്ചെടുക്കുന്നത് മനസ്സിലാക്കാം. ഇത് ഇന്ത്യയോടുള്ള ഈ മണ്ണിന്ന് പെട്ടവരാണ് നമ്മളെന്നുള്ള വിശ്വാസം കൊണ്ട് ഇവിടെ നിന്ന ആളുകളെ സ്വത്ത് കൂടി പിടിച്ചെടുക്കുന്നത് എന്താണ്? ഇനി ശരി, അതിൽ ഒരു മോളും അച്ഛനും കൂടി അങ്ങോട്ട് പോയി, രണ്ട് പെൺമക്കളുണ്ട്. ആ സ്വത്ത് വെർട്ടിക്കലി 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ നീതിയുക്തമായി ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗം ഇവിടെ ഉള്ളവർക്ക് കൊടുക്കണം, ഒരു ഭാഗം ഗവൺമെൻറ് കോൺഫിസ്കേറ്റ് ചെയ്യുക. അത് നീതിയുക്തമാണ്. ഇതല്ലാതെ ടാർഗറ്റ് ചെയ്യാമെന്ന് കൃത്യമായി തോന്നിപ്പോകും. കാരണം ഇവർ ഇന്ത്യ ഓപ്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ അമക്കോട്ടിലെ ഒരു രാജാവുണ്ടായിരുന്നു, രജപുത്ര രാജാവാണ്. അയാൾ ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പാകിസ്ഥാൻ നിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ രജപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് അവരുടെ വധൻ അവരുടെ ഭൂമി അവർക്ക് വളരെ നിർണായകമാണ്. പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്, എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു? പാകിസ്ഥാനിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഹിന്ദു രാജാവ് അവരിപ്പോഴും പാകിസ്ഥാനിൽ തന്നെയാണ്. അമക്കോട്ടിലെ രാജാവ് ഇപ്പോഴും പാകിസ്ഥാനിലാണ്. അപ്പോൾ അതൊക്കെ ഓരോ ഭൂമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വിശ്വാസമാണ്. 2, ഇനിയിപ്പോൾ സൈഫ് രാജ്യദ്രോഹ പ്രവർത്തനം, സൈഫ് ഇങ്ങനെയുള്ള ആളുകൾ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന പേടിയാണ്. അതിൽ ഇത്രയും വലിയ സർവൈലൻസ് ഉണ്ട്. മാത്രമല്ല സൈഫ് എന്താ രാജ്യദ്രോഹം ചെയ്തു? ഇനി ഇദ്ദേഹം കല്യാണം കഴിച്ച ആരാണ്? പട്ടോടി ഷർമിള ടാഗോറിൻ്റെ ബന്ധുത്വത്തിൽപ്പെട്ട ആളാണ്. എന്നാൽ പിന്നെ പാകിസ്ഥാനിൽ പോയി കല്യാണം കഴിച്ചാൽ പറ്റും. സൈഫ് കല്യാണം കഴിച്ച 1 അമിതാഭ് സിംഗ്, 2 കരീന കപൂർ. അപ്പോൾ ഇത് നമ്മൾ മിനിമം ലോജിക്ക് അപ്ലൈ ചെയ്യണ്ടേ? ഇവിടേക്കാണ് ചില കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിലൊക്കെ പിന്നിൽ ബിസിനസ് കളിക്കും. 1500 അല്ലെങ്കിൽ 15000 കോടിയുടെ സ്വത്ത് കിട്ടുന്ന ആളുകൾക്ക് കുളിക്കും. ഗവൺമെൻറ് അതായത് നേരിട്ട് നടത്താൻ പോകുന്നില്ലല്ലോ. ഗവൺമെൻറ് ആൾക്കാർ ലീസിന് കൊടുക്കല്ലേ. ഈ ലീസിന് കിട്ടാൻ സാധ്യതയുള്ള ടീം ചിലപ്പം ലോബിങ് ചെയ്യും. അപ്പം സൈഫിൻ്റെ ഈ ഒരു തിരോധാനം വീട്ടിനകത്ത് അക്രമമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ടെങ്കിലും സേഫ് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കിതിരെ കുത്തിട്ടിരുന്നു അല്ല കരീന പറഞ്ഞു ഇല്ലല്ലോ. അവരെല്ലാം പറഞ്ഞ് സേഫാന്നുള്ളതാണ്. അപ്പോൾ അയാൾ നടന്നു പോയി അയാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അയാൾ അങ്ങനെ അഭിനയിക്കായിരുന്നെങ്കിൽ അയാൾ നടന്നു പോകുമോ? ആ കിലുക്കത്തിനെ ജഗദീനെ പോലെ മൊത്തം പ്ലാസ്റ്റർ ഇട്ട് നടക്കില്ലായിരുന്നു. അഭിനയിക്കുകയാണെങ്കിൽ അയാൾക്കത് അഭിനയിക്കാനോ സ്റ്റേജ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇതെന്തായാലും മിനിമം ലോജിക്ക് നമുക്ക് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് അയാൾ കളവിന് ചെയ്ത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അതിന് വീട്ടുവേലക്കാരെ മറ്റോ സഹായിച്ചൊന്നും പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അല്ല ഈ പറയുന്ന ഊഹാഭാവങ്ങളൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 2, കോടതിയിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അയാൾ അപ്പീൽ കൊടുക്കേണ്ട ദിവസമാണ് അയാൾ ഈ കുത്തേൽക്കുന്നത്. ഈ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കടന്നാൽ ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ വിധി കൊടുക്കാതെ ഗവൺമെൻറ് അനുകൂലമായ തീരുമാനം എടുക്കുന്നു, അമിത്ഷാ അനുകൂലമായ തീരുമാനം എടുക്കും. ഇല്ല, അയാളെ ലാസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള അല്ല ഞാനതാ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റേജ് ചെയ്താണെങ്കിൽ ആ സമയത്ത് ഇയാൾ കുത്തുകൊണ്ട് ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? 2, അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് ഞാൻ കേട്ടത്. കൊടുത്തിട്ടില്ല, എന്തുകൊണ്ട് അത് അവർ വിശദീകരിക്കേണ്ടതാണ്. അവർ ഇപ്പോൾ നേരെ അമിത്ഷാനെ കാണാനാണോ ഉദ്ദേശം, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണോ ഉദ്ദേശം? പക്ഷേ ഈ ശത്രു സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മലപ്പുറത്ത് പല ആളുകളും ഇപ്പം നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, കൊച്ചുമോനല്ല നമ്മുടെ MLA ഉണ്ടായിരുന്നില്ല CPM-ലെ PTA കുഞ്ഞമ്മദിൻ്റെ സിനിമ ഉണ്ടായിരുന്നു. അതിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ അവിടെ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്.
അവരുടെ സ്വത്ത് മൊത്തം അവരുടെ മക്കൾക്കൊന്നും കിട്ടും. ആ മക്കളൊക്കെ ഇവിടെ തന്നെ ഭാര്യയും. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം യുക്തി പ്രയോഗിക്കണ്ടേ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ സൈഫിൻ്റെ ഈ ഒരു വിഷയത്തിൽ സൈഫിനെ കരീനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവരാദ്യം അങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ സ്റ്റേജ് ചെയ്തില്ല, പിന്നെ നിങ്ങൾന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ അവർ സ്റ്റേജ് ചെയ്തിരുന്ന അവർ ഈ ജഗദീനെ പോലെ വരികയായിരുന്നു, മൊത്തം ബാൻഡേജൊക്കെ ഇട്ടിട്ട് നാടകം കളിച്ച് വരികയായിരുന്നു. ഇയാൾ വളരെ സ്മാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. കുത്തുകൊണ്ടിട്ടുണ്ട്. ഇയാൾ നല്ല അഭ്യാസിയാണ്. ഇവരൊക്കെ കരാട്ടെ. അപ്പം തൈമൂറും ഇയാളെ 2 മക്കൾ, ജഹാംഗീറിൻ്റെ തൈമൂർ ഈ കരാട്ട പഠിക്കാൻ പോകുന്നത് കരൺ ജോഹറിൻ്റെ മക്കളെ കൂടെയാണ്. ഇവരൊക്കെ കരാട്ട അഭ്യാസമൊക്കെ അറിയുന്നത് രാജകുടുംബമാണ്. സ്വാഭാവികം ഫൈറ്റ് നടന്നിട്ട് അവിടെ ഇവിടെ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മറ്റവനാണെങ്കിൽ ഈ കുത്താൻ വന്നവനാണെങ്കിൽ അവിടുത്തെ ഒരു ഗുസ്തി താരം കൂടിയാണ് ബംഗ്ലാദേശിൽ. അങ്ങനെ ഫൈറ്റിനിടെ പരിക്ക് പറ്റിയിട്ടുണ്ടോ? അതിൻ്റെ ഊഹാപോ എന്തൊക്കെ ചർച്ചകളാണ്. നമ്മൾ മിനിമം ഒരു കോമൺ സെൻസ് ഉപയോഗിക്കും. നമ്മൾ ഇന്നത്തെ റിപ്പോർട്ട് പോലെയാണ്. നോട്ട് നിരോധിക്കാൻ പോകുന്നു, കറൻസി നിരോധിക്കാൻ പോകുന്നു, ഇന്നലെ റിപ്പോർട്ട് തന്നില്ലേ? ഇതുപോലെയാണ് ഈ കാര്യം. മിനിമം യൂസ് യുവർ കോമൺ സെൻസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.